പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച അർജുൻ ആംഗിയെ പൂട്ടാൻ എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി ഇറങ്ങിയിരിക്കുകയാണ് അധികൃതർ. 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടതോടെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. സർക്കാരിനെ വെല്ലുവിളിച്ച വർഷങ്ങളായി പോലീസിന്റെ ഉറക്കം കെടുത്തുന്ന സ്ഥിരം കുറ്റവാളിയായ അർജുനെതിരെ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കണ്ണൂർ പോലീസ് നിയമ നടപടികൾ ശക്തമാക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമാവുന്നത് കാപ്പ എന്ന കരിനിയമമാണ്. 2 വധശ്രമ കേസുകൾ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഭീകരമായ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2014 മുതൽ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരമായി അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് അർജുൻ എന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ താവളമായിരുന്ന വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 12ഓളം കേസുകൾ നിലവിലുണ്ട്. ആകെ 23 കേസുകളുണ്ട്. പുതിയ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ കൂടി ചേർത്തതോടെയാണ് ഇയാൾ പ്രതിയായ ആകെ കേസുകളുടെ എണ്ണം 23 ആയി ഉയർന്നത്. ഇതിൽ ഭൂരിഭാഗം കേസുകളിലും പോലീസ് നേരത്തെ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഗുണ്ടാവിളയാട്ടം നടത്തുന്ന അർജുനെ അടിയന്തരമായി ജയിലിൽ അടക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇയാൾക്കെതിരെ എത്രയും വേഗം കാപ്പ ചുമത്തുന്നതിനുള്ള പ്രത്യേക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാൻ വളപട്ടണം പോലീസ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കളക്ടറുടെ അനുമതി ലഭിക്കുന്നതോടെ അർജുനെ ദീർഘകാലത്തേക്ക് കരുതൽ തടങ്കലിലാക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കേരളത്തിൽ ക്രമസമാധാന പാലനത്തിനും ഗുണ്ട ആക്രമണങ്ങൾ തടയുന്നതിനുമായി പോലീസ് പ്രയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് കാപ്പ. സ്ഥിരം കുറ്റവാളികളെയും ക്രിമിനൽ സംഘങ്ങളെയും നിയമത്തിന് മുന്നിൽ തളച്ചിടാൻ ഉപയോഗിക്കുന്നതാണ് ഈ നിയമം. കേരള പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് എന്നതിന്റെ ചുരുക്കപ്പേരാണ് കാപ്പ. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി 2007 കേരള സർക്കാർ ഈ നിയമം നിർമ്മിക്കുന്നത്. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ ജാമ്യം ഇല്ലാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാനും അല്ലെങ്കിൽ നാട് കടത്താനും ഈ നിയമം പോലീസിന് അധികാരം നൽകും. കാപ്പ നിയമപ്രകാരം പ്രധാനമായും 2 വിഭാഗത്തിലുള്ള കുറ്റവാളികളെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ, പിടിച്ചുപറി, ഭീഷണിപ്പെടുത്തൽ, ലഹരിമരുന്ന് കടത്ത്, അനധികൃത മണൽ അല്ലെങ്കിൽ പാറ ഖനനം, തട്ടിപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നിലധികം തവണ ഉൾപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ വിചാരണ നേരിടുകയോ ചെയ്യുന്ന വ്യക്തി. 2, വ്യക്തിപരമായി കൊലപാതക ശ്രമം, സ്ത്രീപീഡനം, മോഷണം തുടങ്ങിയവയിൽ തുടർച്ചയായി പങ്കാളിയാകുന്നയാൾ. സമൂഹത്തിന് വലിയ ഭീഷണിയായ സ്ഥിരം കുറ്റവാളികളെ ഒരു വിചാരണയുമില്ലാതെ 6 മാസം വരെ ജയിലിൽ അടക്കാൻ ഈ വകുപ്പ് അനുവദിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതേപോലെ ഒരു പ്രത്യേക പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്ന കുറ്റവാളിയെ ആ റേഞ്ചിലെ DIG അല്ലെങ്കിൽ IG ഇടപെട്ട് സ്വന്തം ജില്ലയിൽ നിന്നോ സമീപ ജില്ലകളിൽ നിന്നോ 1 വർഷം വരെ പുറത്താക്കുന്ന നടപടിയുമുണ്ട്. ഈ കാലയളവിൽ അനുമതിയില്ലാതെ ആ പ്രദേശത്ത് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ അനാവശ്യമായി ആർക്കെതിരെയും ഈ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വ്യവസ്ഥകളുമുണ്ട്. കാപ്പ ചുമത്തപ്പെട്ട് അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി തലവനായ കാപ്പ ഉപദേശക സമിതിക്ക് മുന്നിൽ അപ്പീൽ നൽകാം. പുറപ്പെടുവിച്ച ഉത്തരവിൽ നിയമപരമായ തെറ്റുകളോ വീഴ്ചകളോ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉപദേശക സമിതിക്ക് ആ ഉത്തരവ് റദ്ദാക്കാനും പ്രതിയെ മോചിപ്പിക്കാനും അധികാരമുണ്ട്. ഇതിനു പുറമെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാനും പ്രതിക്ക് അവകാശമുണ്ട്.